നിങ്ങളിപ്പോൾ ക്രൂരമായി മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയാണ്, അതും നിങ്ങൾ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരാളാലും. വിഷമം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് നിങ്ങൾ പോലും അറിയുന്നില്ല എന്നതാണ്. കാരണം ഫ്രണ്ട്സ്, മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ദേഷ്യപ്പെടലോ അടിപിടിയോ വഴക്കോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അത് നമ്മൾ തിരിച്ചറിയാത്ത അത്രയും സൈലൻ്റായി സ്നേഹത്തിൻ്റെ മുഖമുടി വിട്ടായിരിക്കും വരിക. ഒരു കെണിയിൽ പൂർണ്ണമായി പെട്ടുപോകുന്നവരെ അതൊരു കെണിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വൈകാരികമായി തളർത്തി എപ്പോഴും അവരുടെ പുറകെ നടത്താൻ സ്വാർത്ഥരായ ആളുകൾ ഉപയോഗിക്കുന്ന 7 ഡാർക്ക് സൈക്കോളജി അടവുകൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ പോവുകയാണ്. ഇതൊന്നും വെറും തിയറികളല്ല കേട്ടോ, ഇതൊക്കെ വലിയ ആയുധങ്ങളാണ്. നമ്മളിതിൽ പെട്ടുപോകുന്നവരെ നമുക്കിതൊന്നും തിരിച്ചറിയാൻ കഴിയില്ല എന്നുകൊണ്ടാണ് ഈ അടവുകൾ എപ്പോഴും വിജയിക്കുന്നത്. പക്ഷേ ഈ രഹസ്യങ്ങൾ ഒരൊറ്റ തവണ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞുണ്ടല്ലോ, പിന്നീട് അവരുടെ ഈ കളികളൊന്നും നിങ്ങൾ ഒട്ടും വർക്കാവില്ല. വീഡിയോ ഒരൊറ്റ സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഇതിൽ 7ാമത്തെ അടവാണ് ഏറ്റവും കൂടുതൽ അപകടം പിടിച്ചത്. അത് തിരിച്ചറിയാൻ മാത്രമേ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആ പവർ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂ. ആദ്യമായി ഒരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഫ്രണ്ട്സ്, നിങ്ങളെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകൾ വലിയ ദുഷ്ടന്മാരൊന്നുമല്ല. സത്യത്തിൽ അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയുണ്ട്. നിങ്ങളവരുടെ കൈകളിൽ നിന്ന് വിട്ടുപോകുമോ, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുമോ, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ എന്തെങ്കിലും തിരിച്ചറിയുമോ എന്നൊക്കെയുള്ളൊരു പേടി. അതുകൊണ്ടാണ് അവർ ഈ സൈക്കോളജിക്കൽ അടവുകളൊക്കെ എടുത്തുപയോഗിക്കുന്നത്. സ്നേഹത്തിനും പരിഗണനയ്ക്കും വേണ്ടിയുള്ള നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെയാണ് അവർ നിങ്ങൾക്കെതിരെ വലിയ ആയുധമായി മാറ്റുന്നത്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ? ഈ ടോക്സിക് ഇടവുകളൊക്കെ അമിത സ്നേഹം എന്ന പേരിൽ നമ്മുടെ ഇടയിൽ അത്രമാത്രം നോർമലൈസ്ഡ് ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ചതിക്കുഴികൾ കണ്ടുപിടിക്കുന്നതിന് പകരം നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. എൻ്റെ ഭാഗത്താണ് തെറ്റ്, എനിക്ക് ഭയങ്കര ഇമോഷൻസ് കൂടുതലാണ്, ഞാൻ ഒരു നല്ല പാർട്ട്ണറല്ല എന്നൊക്കെ നിങ്ങൾ വെറുതെ ചിന്തിച്ചു കൂട്ടി വിഷമിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, പ്രശ്നം നിങ്ങളുടെ ഭാഗത്തല്ല, പകരം അവർ നിങ്ങളെ കുടുക്കിയിട്ടിരിക്കുന്ന ആ ഒരു പാറ്റേണിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് അവർ നിങ്ങളുടെ പേര് ഉപയോഗിക്കുന്ന ആ 7 അപകടകരമായ അടവുകൾ നമുക്ക് ഓരോന്നായിട്ടാണ് പൊളിച്ചടക്കാം. ഒന്നാമത്തെ അടവാണ് ഇൻ്റർമിറ്റൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത് നമുക്ക് യോയോ എഫക്റ്റ് എന്നും വിളിക്കാം. നമ്മുടെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആക്കുന്ന ഒന്നാമത്തെ സൈക്കോളജി അടവാണിത്. അവരൊരു ദിവസം നിങ്ങൾ ഭ്രാന്തമായിട്ട് സ്നേഹിക്കും, സമ്മാനങ്ങൾ തരും, ഗിഫ്റ്റുകളൊക്കെ തരും, അമിത പരിഗണന നൽകും. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ആകാശത്ത് കൊണ്ടുപോയിരുത്തും. നിങ്ങൾ ലോകത്തിന് നെറുകയിലാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ തൊട്ടടുത്ത ദിവസമോ ആകെ ഒരു നിശബ്ദത, ഒരു തണുപ്പം പ്രതികരണങ്ങൾ, നിങ്ങൾ ജീവനോടുണ്ടെന്ന് പോലും അവർ മൈൻഡേ ഇല്ല. പെട്ടെന്ന് നിങ്ങളുടെ തലച്ചോറ് ആകെ കൺഫ്യൂഷനാകും, പേടിക്കും, ഇതിനടിമയാകും. കാരണം നമ്മുടെ മസ്തിഷ്കം എപ്പോഴും കാര്യങ്ങളുടെ ഒരു കൃത്യമായ പാറ്റേൺ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒന്നാണ്. എപ്പോഴാണ് റിവാർഡ് കിട്ടുക എന്ന് ഒട്ടും ഉറപ്പില്ലാത്ത ഈ ഒരു കളി ഉണ്ടല്ലോ, അതാണ് നമ്മുടെ തലച്ചോറിന് ഏറ്റവും വേഗത്തിൽ ഭ്രാന്ത് പിടിക്കുന്ന ഒരു അഡിക്ഷൻ പാറ്റേൺ. ഈ ലഹരി മരുന്ന് കച്ചവടക്കാർ ആളുകളെ അതിന് അടിമകളാക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു അടവാണ്. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകളും നിങ്ങളുടെ മേൽ പ്രയോഗിക്കുന്നത് കൃത്യമായി ഇതേ തന്ത്രമാണ്. അതോടെ ആ നല്ല ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ലഹരി അടിമയെ പോലെ നിങ്ങൾ മാറിപ്പോകും. ആ പഴയ നല്ല ദിവസങ്ങൾ എന്തെങ്കിലും തിരിച്ചു വരുന്ന ഒറ്റ പ്രതീക്ഷയിൽ അവർ തരുന്ന എല്ലാ മോശം പെരുമാറ്റങ്ങളും നിങ്ങൾ മിണ്ടാതെ സഹിക്കും. ഇതാണ് ഒന്നാമത്തെ അടവ്. നിങ്ങൾ പൂർണ്ണമായും അവരുടെ അടിമയാക്കി മാറ്റാൻ വേണ്ടിയാണ് അവരിത് പ്ലാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ അടവാണ് മൂവിങ് ദി ഗോൾ പോസ്റ്റ്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ മാറ്റി കളിക്കലെന്ന് വിളിക്കാം. അവസാനം നിങ്ങൾ അവർക്ക് വേണ്ടി മാറാൻ തയ്യാറാവുന്നു. അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സമ്മതിക്കുന്നു, ചെയ്തു തീർക്കുന്നു. അവർ വെച്ച ആ ലക്ഷ്യത്തിലേക്ക്, ടാർഗറ്റിലേക്ക് നിങ്ങൾ കൃത്യമായി എത്തിച്ചേരുന്നു. പക്ഷെ അപ്പോഴേക്കും അവർ ആ ടാർഗറ്റ് അവിടെ ദൂരേക്ക് മാറ്റിക്കളയും. ഇങ്ങനെ സങ്കല്പിക്കാം, ഫുട്ബോളിൽ നിങ്ങൾ സെൻട്രൽ ലൈനിൽ നിന്ന് ബോൾ എടുത്ത് ഇപ്പോൾ ഈ ഡിഫൻഡേഴ്സിനൊക്കെ വെട്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. നിങ്ങൾ ഒറ്റ ലക്ഷ്യം ആ ഗോൾ പോസ്റ്റാണ്, ആ മുന്നിൽ കാണുന്ന ഗോൾ പോസ്റ്റാണ്. നിങ്ങൾ ഗോൾ പോസ്റ്റിന് അടുത്തെത്തുമ്പോൾ അത് അവിടുന്ന് എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിറങ്ങുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ അവർ പറഞ്ഞ പോലെ ഒക്കെ ചെയ്ത് അവരുടെ നല്ല വാക്ക് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു കുഴപ്പം അവർ കണ്ടുപിടിക്കും. തിരുത്താൻ വേറെ കാര്യം, അനുസരിക്കാൻ പുതിയൊരു നിബന്ധന. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അവരുടെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കലും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല. നിങ്ങളെപ്പോഴും ഒന്നിനും ചെയ്യാത്തവനായി അവിടെ മാറി നിൽക്കേണ്ടി വരും. ഇതിലടങ്ങിയിരിക്കുന്ന ആ ഒടുക്കത്തെ ബുദ്ധി എന്താണെന്നറിയോ? നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഞാൻ ഒന്നുകൂടി ഹാർഡ് വർക്ക് ചെയ്താൽ, അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്താൽ, എന്നെ ഒന്നുകൂടി മാറ്റിയെടുക്കാൻ നോക്കിയാൽ, ഇതിലും ബെറ്റർ ആയാൽ ഒടുവിൽ അവർ ഹാപ്പി ആകും എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, അവരൊരിക്കലും ഹാപ്പി ആകാൻ പോകുന്നില്ല. കാരണം ഇവിടെ അവരുടെ മെയിൻ ലക്ഷ്യം നിങ്ങളുടെ മാറ്റമല്ല, പകരം നിങ്ങളെപ്പോഴും അവരുടെ പുറകെ ഇങ്ങനെ ഭ്രാന്തമായി ഓടണമെന്ന് മാത്രമാണ്. നിങ്ങളുടെ ആ ഒരു അമിത നിരാശയും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് അല്ലെങ്കിൽ കൊള്ളാത്തവളാണ് എന്നിങ്ങളുടെ ആ ഒരു തോന്നലൊക്കെയാണ് അവർക്ക് ആവശ്യം. മൂന്നാമത്തെ അടവാണ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ മനഃപൂർവ്വം മിണ്ടാതിരിക്കൽ. നമ്മളിതിനെക്കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ സംസാരിച്ചാണ്, എങ്കിലും ഇത് ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാത്രം വീണ്ടും പറയുകയാണ്. ഈ മിണ്ടാതിരിക്കൽ എന്ന് പറയുന്നത് വെറുതെ ഒരു സംസാരിക്കാതിരിക്കൽ മാത്രമല്ല കേട്ടോ, ഇത് പക്കാ മാനസിക യുദ്ധമാണ്, സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. അവർ നിങ്ങളെ വേണമെന്ന് വെച്ച് അവഗണിക്കും. നിങ്ങൾ ആർക്കും കാണാൻ പറ്റാത്ത ഒരു ഇൻവിസിബിൾ വ്യക്തിയെ പോലെ ആക്കി മാറ്റും. ഉള്ളിൽ ഭയങ്കരമായിട്ട് നിരാശ കൊത്തി നിറയ്ക്കും. അപ്പോൾ ഉടനെ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ പാനിക്കായി അവരുടെ പുറകെ ഓടും. ചെയ്യാത്ത തെറ്റുകൾക്ക് വരെ മാപ്പ് പറയും. അവിടെ കുറച്ച് ശ്രദ്ധയ്ക്ക് വേണ്ടി യാചിക്കും, ബെഗ് ചെയ്യും.
ഇതിലൂടെ അവർ തരുന്ന മെസ്സേജ് വളരെ വ്യക്തമാണ്. ഞാൻ പറയുന്ന പോലെ നീ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മാത്രമേ നിന്നെ ഞാൻ പരിഗണിക്കുള്ളൂ എന്ന്. മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു അടവാണിത്. ഈ കൃത്യമായി വർക്കാവിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ. അവഗണിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യർക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമുള്ള വലിയൊരു വേദനയാണ്. നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് തോന്നൽ അത് ഉള്ളിലുണ്ടാക്കും, അല്ലേ? പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, അവിടെയും ഉണ്ടാതിരിക്കലും നിങ്ങളുടെ വിലക്കുറവല്ല കാണിക്കുന്നത്. പകരം മാന്യമായ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് പരിഹരിക്കാനുള്ള അവരുടെ കഴിവുകേടിനെയാണ് അത് കാണിക്കുന്നത്. 4ാമത്തെ അടവാണ് ട്രയാങ്കുലേഷൻ. നമുക്കിതിനെ മൂന്നാമതൊരാളെ വെച്ചുള്ള കളിയെന്ന് വിളിക്കാം. ഇപ്പം അവർ പെട്ടെന്ന് അവരുടെ ഒരു എക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കുറിച്ചോ, ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ട് എന്തെങ്കിലും ആവട്ടെ, ഒക്കെ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. അവൾക്ക് എന്നെ ഭയങ്കര കാര്യമായിരുന്നു, എന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ അവൻ എന്നോട് ഒരിക്കലും ഇങ്ങനെ തർക്കിക്കാൻ പറ്റില്ല, എന്നിൻ്റെ പോലെ തർക്കിക്കാൻ വരില്ലായിരുന്നു എന്നൊക്കെ അവർ തട്ടിവിടും. അപ്പോൾ ഉടനെ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റിയും അസൂയയും ഒക്കെ വന്ന് പറയും. അവരെക്കാളും മികച്ച ആളാണ് നിങ്ങളെന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ പാടുപെടാൻ തുടങ്ങും. നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടും, കൂടുതൽ കെയറിങ് കാണിക്കും, അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറാൻ പരമാവധി നോക്കും. കാരണം ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ ഇവരൊരു നല്ല പാർട്ട്ണറാകാൻ മാത്രമല്ല നോക്കുന്നത്, പകരം ആ പഴയ എക്സിനേക്കാളും അല്ലെങ്കിൽ ആ ഫ്രണ്ടിനേക്കാളും ഭേദമാണ് നിങ്ങളെന്ന് പ്രൂവ് ചെയ്യാനാണ് നിങ്ങളുടെ ശ്രമം. മറ്റുള്ളവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഭയങ്കര ടോക്സിക് ആയ ഒരു അടവാണിത്. നമ്മുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റിയെയും മത്സരബുദ്ധിയെ ഉണർത്താൻ ഇതിന് പറ്റുമെന്നുകൊണ്ടാണ് ഈ തന്ത്രം എപ്പോഴും ജയിക്കുന്നത്. അതോടെ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ മറക്കും. പകരം ആ മൂന്നാമത്തെ വ്യക്തിയെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു വ്യാജമുഖം നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കും. അതാണ് സത്യം. 5ാമത്തെ അടവാണ് പ്രൊജക്ഷൻ. നമുക്കിതിനെ സ്വന്തം കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കലെന്ന് വിളിക്കാം. അവർ കള്ളം പറയും, പക്ഷെ നിങ്ങളൊരു കള്ളനാണെന്ന് അല്ലെങ്കിൽ കള്ളിയാണെന്ന് അവർ നിങ്ങളുടെ മുഖത്ത് നോക്കി ആരോപിക്കും. അവർ നിങ്ങളെ വഞ്ചിക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങളെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അവർ നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കും. അവർ നിങ്ങളെ പക്കായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാവും, പക്ഷേ നിങ്ങൾ വലിയൊരു മാനിപ്പുലേറ്ററാണെന്ന് അവർ നിങ്ങളെ വിളിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ കള്ളനെല്ലാം തെളിയിക്കാനും നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെന്ന് പ്രൂവ് ചെയ്യാനും ഒക്കെ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫുൾ എനർജി കളയും. ആ ഒരു നെട്ടോട്ടത്തിനിടയിൽ അവർ സത്യത്തിൽ പുറകിൽ എന്താ കാട്ടിക്കൂട്ടുന്നത് നോക്കാൻ പോലും നിങ്ങൾക്ക് സമയം കിട്ടില്ല. നിങ്ങൾ ആകെ തളരും, എപ്പോഴും പ്രതിരോധത്തിലാവും, ചെയ്യാത്ത കാര്യങ്ങൾക്ക് വരെ വെറുതെ വിശദീകരണം കൊടുത്തുകൊണ്ടേയിരിക്കും. ആ സമയത്തൊക്കെ അവർ ഏത് കാര്യത്തിൻ്റെ പേരിലാണോ നിങ്ങളെ കുറ്റപ്പെടുത്തിയത്, ആ മോശം പെരുമാറ്റം ഒരു പേടിയില്ലാതെ പുറകിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് പ്രൊജക്ഷൻ. അവരുടെ തനി സ്വരൂപം നിങ്ങൾ കാണാതിരിക്കാനും നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും നിങ്ങളുടെ മേലെ തന്നെ ലോക്കാക്കി വെക്കാനും വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു അടവാണിത്. 6ാമത്തെ അടവാണ് ദി ഡെറ്റ് ട്രാപ്പ്. നമുക്കിതിനെ ചെയ്തു തന്ന ഉപകാരങ്ങളുടെ പേരിൽ കടക്കാരനാക്കലെന്നൊക്കെ വിളിക്കാം. ഇപ്പം അവർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്തു തന്നിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് എന്നതാവാം, അല്ലെങ്കിൽ ചെറിയൊരു ഹെൽപ്പ് ചെയ്താകാം. പക്ഷേ ഇപ്പോൾ എന്താ അവസ്ഥ എന്നറിയോ? അവരത് എപ്പോഴും എടുത്തിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തന്നു, അന്ന് ഞാൻ നിന്നെ സഹായിച്ചൊക്കെ മറന്നോ എന്നൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. അതോടെ നിങ്ങൾ അവർക്ക് വലിയൊരു കടക്കാരനാണെന്ന് തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. പിന്നീട് നിങ്ങൾക്ക് വേണ്ടി സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ എപ്പോഴൊക്കെ നോക്കുന്നോ അപ്പോഴൊക്കെ അവർ ഈ കടം ഓർമ്മിപ്പിച്ച് നിങ്ങളുടെ വായ അടപ്പിക്കും. നിങ്ങൾ അപ്പം ചെന്ന് മാപ്പ് പറയും. ആ മോശം സാഹചര്യത്തിൽ തന്നെ തുടരും. അവിടെ എല്ലാ പെരുമാറ്റങ്ങളും മിണ്ടാതെ സഹിക്കും. കാരണം ഫ്രണ്ട്സ്, നമ്മുടെ ഉള്ളിലെ കുറ്റബോധം, ഈ ഗിൽറ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മുടെ മേലെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ആയുധമാണ്. പണ്ട് ചെയ്തു തന്ന ഒരു ചെറിയ ഉപകാരത്തെ നിങ്ങളുടെ ലൈഫിലെ വലിയൊരു ബാധ്യതയാക്കി മാറ്റാൻ അവർക്കിതിലൂടെ പറ്റും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, യഥാർത്ഥ സ്നേഹം ഒരിക്കലും ഇങ്ങനെ ഒരു കണക്ക് പുസ്തകം സൂക്ഷിക്കാറില്ല. ചെയ്തു തന്ന ഉപകാരങ്ങൾ ഓർമ്മിപ്പിച്ച് യഥാർത്ഥ സ്നേഹം നിങ്ങൾ വേദനിപ്പിക്കുകയുമില്ല. 7ാമത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആ അടവ് പറയുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫുമായി കണക്റ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഇമോജി ഇടുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ചെയ്തോ? താങ്ക് യു. അപ്പോൾ നമ്മുടെ 7ാമത്തെ അവസാനത്തെ അടവാണ് ഗ്യാസ് ലൈറ്റിംഗ്, അഥവാ നിങ്ങളുടെ ഇമോഷൻസിനെ വെറും ഭ്രാന്താക്കി മാറ്റൽ. നിനക്ക് ആവശ്യമില്ലാത്ത ഇമോഷൻസ് കൂടുതലാണ്, നീ വെറുതെ ഓവർ റിയാക്ട് ചെയ്യുകയാണ്, ഞങ്ങളൊരു കാര്യമേ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഓർമ്മക്കുറവാണ്, നീ തെറ്റായിട്ട് ഓർത്ത് വെച്ചിരിക്കുകയാണ്, നിനക്ക് വട്ടാണ്. ഇങ്ങനെയുള്ള ഡയലോഗുകൾ എപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഫീലിങ്സിനെ പോലും വിശ്വസിക്കാതാകും. നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തെയും നിങ്ങൾക്ക് സംശയമാകും. നിങ്ങളെപ്പോഴും സ്വയം ചോദ്യം ചെയ്യാൻ തുടങ്ങും. എനിക്ക് ശരിക്കും ഇമോഷൻസ് കൂടുതലാണോ? എനിക്ക് വട്ടാണോ? എനിക്ക് ഓർമ്മ തെറ്റുകയാണോ എന്ന്. പക്ഷേ ഇതാണ് പരമമായ സത്യം. നിങ്ങളുടെ ഫീലിങ്സ് പക്ക വാലിഡാണ്. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ യാഥാർത്ഥ്യവും ഒക്കെ 100% ശരിയാണ്. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ആ ഒരു വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ്. അതാകുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നോർമൽ എന്ന് തീരുമാനിക്കാൻ നിങ്ങളെപ്പോഴും അവരെ ആശ്രയിക്കേണ്ടി വരും. ഇതിനെയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് എല്ലാറ്റിലും വെച്ച് ഏറ്റവും അപകടം പിടിച്ച അടവ്. കാരണം നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയുമാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് തകർക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കാരണം അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയാണിത് ഫ്രണ്ട്സ്.
നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാകുമോ എന്ന് പേടി, അവരുടെ തനി സ്വരൂപം നിങ്ങൾ എന്തെങ്കിലും തിരിച്ചറിയുമോ എന്ന് പേടി, ഒടുവിൽ നിങ്ങൾ അവരെ ഇട്ടിട്ട് പോകുമോ എന്ന് പേടി. പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു സത്യം ഞാൻ പറയട്ടെ, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളുടെ മേലെ പവർ ഉണ്ടാകുന്നത് അവർ കളിക്കുന്ന ഈ കളി നിങ്ങൾക്ക് അറിയാത്തിടത്തോളം കാലം മാത്രമാണ്. ഈ 7 അടവുകൾ നിങ്ങൾ എപ്പോൾ തിരിച്ചറിയുന്നു, ആ ഒരു ടോക്സിക് പാറ്റേൺ നിങ്ങൾ എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു, അന്ന് മുതൽ അവരുടെ ഈ ഒരു മാജിക് നിങ്ങളൊട്ടും വർക്കായില്ല. സ്വന്തം ഇഷ്ടത്തോടെ അല്ലാതെ നിങ്ങൾ ചെന്ന് വിട്ടിട്ടില്ല ഇത്തരം വൃത്തികെട്ട മൈൻഡ് ഗെയിമുകളിൽ നിന്ന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ജീവനും കൊണ്ട് ഇറങ്ങിപ്പോകാൻ നിങ്ങൾക്ക് 100% അവകാശമുണ്ട്. കാരണം അവരുടെ കളി നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്ന ആ ഒരു നിമിഷത്തിലാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആ പവർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. നീ കാട്ടിക്കൂട്ടുന്ന നാടകങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. നിന്റെ ഈ കളിയിൽ അഭിനയിക്കാൻ ഇനി എന്നെ കിട്ടില്ല എന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഉറപ്പിക്കുന്ന ആ ഒരു സെക്കൻഡിലാണ് നിങ്ങളുടെ ലൈഫിലെ സീന് മൊത്തമായിട്ട് മാറി മറിയുന്നത്. ഈ പറഞ്ഞ 7 അടവുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഐ ആം ഫ്രീ എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക. ഇത്തരം ടോക്സിക് കളികൾ അവസാനിപ്പിക്കാൻ നമുക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാം. കാരണം ഈ ഒരു പോരാട്ടത്തിൽ നിങ്ങൾ ഒട്ടും ഒറ്റയ്ക്കില്ല ഫ്രണ്ട്സ്. എപ്പോഴും ഓർക്കുക, മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റിനേക്കാളും അംഗീകാരത്തെക്കാളും എത്രയോ വിലപ്പെട്ടാണ് നിങ്ങളുടെ ഉള്ളിലെ സമാധാനം. മറ്റൊരാളുടെ വൃത്തികെട്ട മൈൻഡ് ഗെയിമുകളിൽ ഒരു പാവയല്ല നിങ്ങൾ. നിങ്ങളുടെ സ്വന്തം ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻ നാടകങ്ങൾ നിങ്ങൾ എപ്പോൾ തിരിച്ചറിയുന്നുവോ ആ നിമിഷം മുതൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആവും. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.